ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇത് ട്രാവൽ പ്രിപ്പറേഷൻ വ്ലോഗ് നമ്പർ 2. അപ്പോൾ വലിയൊരു സ്യൂട്ട് കേസ് നിറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇതിലുള്ളത്. ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്. ഞാൻ ഓൾറെഡി ഒരു ബാഗിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ എയർപോർട്ടിലും ഒക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടുത്തെ പേർപ്പസിന് വേണ്ടി ഞാനൊരു ചെറിയ സ്ലിംഗ് ബാഗ് കൊണ്ടുപോകുന്നുണ്ട്, ഒരു സൂക്കിൻ്റെ സ്ലിംഗ് ബാഗ്. പിന്നെ എല്ലാം ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നത്, ഇപ്രാവശ്യം പാക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പോർഷൻസ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു ബാഗുകളിലാക്കിയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പാക്കിംഗ് എന്ന് പറയുന്നത് മോളുടെ ഡ്രസ്സാണ്. ഓരോ ഡ്രസ്സും ഞാൻ ഓരോ കവറിലാക്കിയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ വാങ്ങിച്ച കവറല്ല കേട്ടോ. അവളുടെ ഡ്രസ്സ് മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവില്ല, അത് സിപ്പ് ലോക്കർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കവറിലാക്കിയിട്ടാണ് ഞാൻ അവളുടെ എല്ലാ ഡ്രസ്സും വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് വലിയ ബാഗാണ്. ഇതിലാണ് കൂടുതൽ ഡ്രസ്സ് ഉള്ളത്. ഇനിയൊരു നമ്മൾ അതായത് ഹാൻഡ് ബാഗ്, ഇൻഡിവിജ്വൽ ട്രോളി ബാഗ് ഉണ്ട്, ഹാൻഡ് ബാഗ് ലഗേജ് ആയിട്ട്. അപ്പോൾ അതിൽ ഇതുപോലെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ബാഗിൽ ഞാൻ മെഡിസിൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം എന്താ, നമുക്ക് മെഡിസിൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാവുന്നതുകൊണ്ട്, പിന്നെ മോളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളും ഈ ബാഗിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഒരു എം ടി വാട്ടർ ബോട്ടിലാണ്, അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ബാഗാണ് കേട്ടോ. ഞാൻ തന്നെ കിടന്ന അതിൽ കൊള്ളും. ഇത് മോളുടെ പണിയാണ് ഇങ്ങനൊരു കീ ചെയിൻ ഉള്ളത്. പിന്നെ നമ്മൾ നോർമലി ട്രാവൽ ചെയ്യുന്നത്, ഇപ്പോൾ കുറേ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് ഈ സോമൻസ് എന്ന് പറയുന്ന ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കൂടെയാണ് കേട്ടോ. കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൂറാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ പോണപ്പോൾ ടാഗ് കണ്ടപ്പോൾ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇത് മോളുടെ ട്രോളിയാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടില്ല. എൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല, പൈസയ്ക്ക് വർത്താണ്. ഒരു 1700 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് കേട്ടോ, ഈ ട്രോളിയുടെ വില എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഒരു 5 ഇയേഴ്സ് ഒക്കെ പ്ലസ് ആയിട്ടുള്ള കുട്ടികളാണ് ഉള്ളതെങ്കിൽ അവർക്ക് ഹാൻഡി ആയിട്ട് കൊണ്ടുപോകാൻ, ഭയങ്കര ടൂർ മോഡിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ ട്രോളീസ് ഉപയോഗിക്കാം. കാരണം അവരുടെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ടാകും, ടോയ്സും കാര്യങ്ങളും. അപ്പോൾ കുറച്ച് എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സസ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നത് സോമൻസിൻ്റെ കൂടെയാണ്. അപ്പോൾ അവരൊരു മഗ് വേണമെങ്കിൽ, എന്തെങ്കിലും എയർപോർട്ടിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാവുകയാണെന്നെങ്കിൽ ഒരു മഗ് വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാനൊരു ചെറിയ മഗ് വെച്ചിട്ടുണ്ട്. ഇത് അവളുടെ ഒരു ചെറിയ സ്ലിംഗ് ബാഗാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ബാർബിയുടെ സ്ലിംഗ് ബാഗാണ്. അവൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, വീട്ടിൽ എന്തെങ്കിലും കച്ചറ പിച്ചറ പരിപാടികളൊക്കെ ഇട്ടിട്ടേ ചെയ്യാറുള്ളൂ. പിന്നെ ഒരു ഹാറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ഡ്രസ്സ് ഞാൻ അടച്ചിട്ട് വീണ്ടും ഇത് കാണിക്കുന്നത് ഇൻഡിവിജ്വൽ ഡ്രസ്സ് വെച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം അത്രയും സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. പിന്നെ അവളുടെ ടോയ്സ്, അത് പോട്ടിയാണ് കേട്ടോ. നമുക്ക് ഫോൾഡബിൾ ആയിട്ടുള്ള പോട്ടീസ് അവൈലബിൾ ആയിരിക്കും. ഓൺലൈനിൽ ആമസോണിൽ നോക്കിയാൽ കിട്ടും. അത് നല്ല വർത്താണ് കേട്ടോ. ശരിക്കും ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ ഒരു എക്സ്ട്രാ സൺഗ്ലാസ് വെച്ചിട്ടുണ്ട്. അവൾക്ക് 2 സൺഗ്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു എക്സ്ട്രാ സൺഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇത് മൊബൈൽ ഫോണാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ അടുത്തിരുന്ന് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാണ്. അപ്പം ഞാൻ ഇത് അടച്ചു വെച്ചിട്ടാണ് പിന്നെയും അയ്യോ ഞാൻ ഈ എക്സ്ട്രാ ഓരോ കവറിലാക്കിയത് കാണിച്ചു തന്നില്ലല്ലോ എന്ന് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കാണിക്കുകയാണ്. ഓരോ ഡ്രസ്സും ഓരോ പാക്കേജസ് ആയിട്ടാണ് ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആണ്, നമുക്ക് വയ്ക്കാനും കംഫർട്ടബിൾ ആണ്. നമ്മുടെ ഡ്രസ്സ് അങ്ങനെ എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അങ്ങനെ പാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ ഞാൻ അതെല്ലാം കൂടെ ആമസോണിൽ ഇതുപോലൊരു ട്രാവൽ ബാഗിൻ്റെ ഒരു കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ട്രോളിയാണ്. അതിൽ ഇതുപോലെ എൻ്റെ എക്സ്ട്രാ സൺഗ്ലാസസ് വെച്ചിട്ടുണ്ട്. എൻ്റെയാണ് 2 വെച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് ഒരു ഗ്ലാസ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ എക്സ്ട്രാ ഷൂസ്, ചപ്പൽ, സാൻഡൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ 2 to 3 പെയേഴ്സ് ഓഫ് ഡ്രസ്സ് ഞങ്ങളുടെ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ 2 ചെറിയ ട്രോളീസും ഒരു വലിയ ട്രോളിയുമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇത് അവളുടെ സ്ലിംഗ് ബാഗാണ്. അതുപോലെ ഞാനൊരു സ്ലിംഗ് ബാഗിൽ വെച്ചിട്ടുണ്ട്. ഞാനൊരു ഹാൻഡ് ബാഗ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൽ കൂടെ നമുക്ക് വയ്ക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ കുറേ മേക്കപ്പ് ഐറ്റംസൊക്കെ, പിന്നെ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളുമാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ നോർമലി എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. ടു ബി ഫ്രാങ്ക്, എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. എനിക്ക് ഒട്ടും തന്നെ മേക്കപ്പ് ഇല്ല. ഒരു ഐലൈനർ പോലും എഴുതാൻ അറിയാത്ത ഒരാളാണ്. അതുപോലെ ഈ കൺസീലർ, ഫൗണ്ടേഷൻ ഒന്നും എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, നോയ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. അപ്പോൾ അതാണ് കേട്ടോ ഇത്. കുഴപ്പമില്ല തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ഞാൻ എൻ്റെ മറ്റേ മോയ്സ്ചറൈസിങ്, സൺസ്ക്രീന്, ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ മോൾക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ആക്സസറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.